ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് മദ്യത്തിന് കൊടുക്കുന്ന നാടാണ് കേരളം. ഇവിടെ കിട്ടുന്ന ഒരു കുപ്പിക്ക് അതിൻ്റെ പകുതി വിലയ്ക്ക് ഡൽഹിയിൽ കിട്ടും, ചണ്ഡീഗറിൽ കിട്ടും, ഷില്ലോങ്ങിൽ കിട്ടും, ഗുവാഹത്തി കിട്ടും, ഭുവനേശ്വറിൽ കിട്ടും. മിക്കവാറും എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഇവിടെ 1000 1500 രൂപ കൊടുത്തു വാങ്ങുന്നൊരു കുപ്പി ആ നാടുകളിൽ പോയാൽ 600 രൂപ 700 രൂപയ്ക്ക് കിട്ടും. അതായത് ഓരോ കുപ്പിയുടെ മേലും 250 രൂപ വീതമാണ് സർക്കാർ പിടിച്ചു വാങ്ങുന്നത്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമീപകാലത്ത് ഈ VD സതീശൻ്റെ ബജറ്റിൽ അദ്ദേഹം ഈ വിദേശ മദ്യം, ഫോറിൻ ലിക്കർ തുടങ്ങിയ സംഗതികൾക്ക് പുറമെ, അതിന് പുറമെ ഈ സാധാരണക്ക് 3 എണ്ണമാണ്. വിദേശ മദ്യമുണ്ട്, അതുപോലെ തന്നെ വൈനുണ്ട്, ബിയറുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ നികുതി നിരക്കുകളാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ നികുതി നിരക്ക് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. അതായത് അങ്ങനെ അമിതമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത സാധാരണ നിലക്ക് ആളുകൾക്ക് കഴിച്ചു പോകാവുന്ന സോഫ്റ്റ് ലിക്കർ ഭാഗത്തുപെട്ട 20% താഴെയുള്ള ആൽക്കഹോൾ കണ്ടന്റിന് നികുതി ഒന്ന് കുറച്ചിട്ട് 175% ഫിക്സ് ചെയ്തു. മറ്റേ 250%. അവിടെയാണ് ഇപ്പോൾ സുധീരൻ അതിശക്തമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെയുള്ളൊരു സംവിധാനം പാടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? എല്ലാ ആളുകളും ബാറിൽ പോയിട്ട് അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ പോയിട്ട് ഏറ്റവും വില കുറഞ്ഞ എന്ന കാക്കാശിന് കൊള്ളാത്ത തികഞ്ഞ തെരുവ് മദ്യമാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അത് ഒരു സ്ഥിരമായിട്ട് വാങ്ങിച്ച് കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം പോവും. ആ ഹാർഡ് ലിക്കർ 60% അതിൻ്റെ അപ്പുറവും പിന്നെ ഈ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ഈ ഭീകര സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ 20% താഴെയുള്ള സാധനം വാങ്ങിച്ച് കഴിക്കൂ, അല്പം വില കുറച്ച് കിട്ടാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ അത് വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ പോയിക്കോളും. അവർക്ക് ലേശം പൂസാവണം, അത്രയല്ലേ വേണ്ടൂ. അല്ലാണ്ട് പിന്നെ ബെക്കാർഡി കമ്പനീൻ്റെ വാങ്ങണം, UV കമ്പനി വാങ്ങണം, ജനങ്ങൾക്ക് പൂസാവണം. അപ്പോൾ അതുകൊണ്ട് അല്പം പിന്നെ വില കുറഞ്ഞതും എന്നാൽ വലിയ പ്രശ്നമില്ലാത്ത ഒരു സാധനം ആണ് ഈ പുതിയ സംഗതി എന്നാണ് സർക്കാർ പറയുന്നത്.